യോഗം നമ്പർ 14 അമൃതോത്തരം കഷായം. നാഗര അമൃതഹരീതകി ക്രമാത് നാഗഹസ്ത നയന അംഗ്രിഭാഗശഃ സാധുസിദ്ധമുദകം സശർക്കരം നാശയത്യഖില ദോഷജം ജ്വരം. വളരെ സിമ്പിളായിട്ടുള്ള യോഗമാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ. നാഗര അമൃത ഹരീതകി. ഇതിൻ്റെ പ്രൊപ്പോർഷൻ ഡയറക്റ്റായിട്ട് പറയാതെ ഒരു പ്രത്യേക ഒരു ട്രിക്കിലൂടെയാണ് ആചാര്യനകത്ത് പറയുന്നത്. നോക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം. നാഗര അമൃത ഹരീതകി ക്രമാത് നാഗഹസ്തനയനം. അപ്പം നോക്കാം. നാഗം എന്നുദ്ദേശിക്കുന്നത് എന്താണ്? ആനകൾ. അറിയാലോ, നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത് നമുക്ക് 8 ദിക്കുകളാണ്. ആ 8 ദിക്കുകളെയും പാലിക്കാനായിട്ട് അതിൻ്റെ കാവൽക്കാരായിട്ട് ഓരോ ആനകളെ നിർത്തിയിട്ടുണ്ട്. അപ്പം 8 ആനകളുണ്ട്. അതായത് അഷ്ടദിക്പാലകർ ആയിട്ട് 8 ആനകളുണ്ട്. അപ്പം നാഗ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആനകളെയാണ്. അപ്പം ആനകൾ എത്രയുണ്ട്? 8 ആനകൾ. ഇനി ഹസ്തം, ആ ആനകൾക്ക് 3 ഹസ്തങ്ങൾ വീതമുണ്ട്. ഏതൊക്കെ കൂട്ടി? 2 ഫ്രണ്ടിലെ 2 കാലുകൾ, അതുപോലെ തുമ്പിക്കൈയും കൂടെ കൂട്ടി 3 ഹസ്തങ്ങളുണ്ട്. അപ്പം 8 ആനകൾക്ക് 3 കൈകൾ വെച്ച് 24 കൈകൾ. പിന്നെ നയനം, 8 ആനകൾക്ക് 2 കണ്ണുകൾ വെച്ച് 16 നയനം. അപ്പം 8:24:16 വരും. ഇതിൻ്റെയൊക്കെ അംഗ്രിഭാഗശഃ, അംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4. അപ്പം ഇതിൻ്റെയൊക്കെ 1/4. 8/4, 24/4, 16/4. അപ്പോൾ 2:6:4 എന്ന് വരും. ഇതെന്താണ് ഈ 2:6:4 എന്ന് പറയുന്നത്? നാഗര അമൃത ഹരീതകി ക്രമാത്. ഈ 3 ഡ്രഗിൻ്റെയും പ്രൊപ്പോർഷനാണ് ഈ ഒരു രീതിയിൽ ആചാര്യൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നാഗര അമൃത ഹരീതകി എന്ന് പറയുന്നത് 2:6:4 എന്ന പ്രൊപ്പോർഷനിലാണ് ഈ അമൃതോത്തരം കഷായത്തിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ള ഇൻഗ്രീഡിയൻറ്റ് അമൃതയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫലശ്രുതി നോക്കിയാൽ സാധുസിദ്ധമുദകം സശർക്കരം നാശയത്യഖില ദോഷജം ജ്വരം. എല്ലാ ദോഷങ്ങളെയും ഏത് ടൈപ്പ് ജ്വരമാട്ടെ, എല്ലാത്തരം ടൈപ്പ്, നമുക്ക് വാതക ജ്വരം, പൈത്തിക ജ്വരം, കഫജ ജ്വരം, വാതപൈത്തിക ജ്വരം, അങ്ങനെ പല ടൈപ്പ് ജ്വരങ്ങളുണ്ട്. എല്ലാ ദോഷത്തിലുമുള്ള, എല്ലാ ദോഷജമായിട്ടുമുള്ള ജ്വരങ്ങളെയും നശിപ്പിക്കാൻ ഈ അമൃതോത്തരം കഷായത്തിന് കഴിയും പറയുന്നത്. പിന്നെ ഇതിൻ്റെ അനുപാനം, അല്ലാതെ അതിൻ്റെ ഒരു പ്രക്ഷേപമായിട്ട് നമ്മൾ എടുക്കുന്നത് ശർക്കര ചേർത്താണ് ഇത് കഴിക്കേണ്ടത്, അനുപാനം. ഓക്കെ, ഇത്രയാണ് യോഗം. ഇനി ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡ്രഗ്സൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാ കഷായങ്ങളിലുമുള്ള ഡ്രഗൊക്കെ തന്നെ നാഗരം, ചുക്ക്, സിഞ്ചിബറോഫിഷനൈൽ, അമൃത, ചിറ്റമൃത, ടീനോസ്പൊറ, കോഡിഫോളിയ, ഹരീതകി, കടുക്ക, ടെർമിനേലിയ, ചെബുല, അങ്ങനെ 3 ഡ്രഗുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വളരെ സിമ്പിളായിട്ട് വെറും 3 ഡ്രഗുകൾ ചേർത്തുണ്ടാക്കിയൊരു കഷായമാണ് അമൃതോത്തരം കഷായം. പക്ഷേ അതിൻ്റെ ഗുണം വെച്ച് നോക്കുമ്പോൾ അതൊരു വളരെയധികം സിമ്പിളാണെങ്കിലും പവർഫുള്ളായിട്ടുള്ളൊരു കഷായമാണിത്. നമുക്ക് അക്യൂട്ട് റെസ്പിറേറ്ററി കണ്ടീഷൻ, എല്ലാത്തരം ജ്വരം, അതുപോലെ തന്നെ റൊമാറ്റിക് കണ്ടീഷൻസ് അസോസിയേറ്റഡ് വിത്ത് ആമ, അതായത് ESR കൂടിയ കണ്ടീഷനിലൊക്കെ നമുക്ക് ഈ കഷായം കൊടുക്കാവുന്നതാണ്. നല്ല പഥ്യത്തോടു കൂടി ആഹാരത്തിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ചെയ്തുകൊണ്ട് കഷായം കുടിച്ചാൽ എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും. ഇതാണ് ഇന്നത്തെ യോഗം.